യിൽ നിന്ന് വിമാനം മാറി സഞ്ചരിച്ചെന്ന റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ച് ഡൊണാൾഡ് ട്രംപ്. സീക്രട്ട് സർവീസിന്റെയും സൈന്യത്തിന്റെയും നിർദ്ദേശപ്രകാരമാണ് വിമാനം മാറി സഞ്ചരിച്ചത്. വിമാനം ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. തനിക്കെതിരെ പല ദിക്കുകളിൽ നിന്ന് ഭീഷണിയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. തുർക്കിയിലെ അങ്കാറയിൽ നിന്ന് UK-യിലേക്കാണ് ട്രംപ് രഹസ്യ വിമാനത്തിൽ പറന്നത്. വിശദവിവരങ്ങളുമായി അനുപമ ശ്രീദേവി ചേരുന്നുണ്ട്. അനുപമ, കൗതുകകരമായ ചില വിവരങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്നത്. വിമാനത്തിൽ മാറിക്കയറിയതടക്കമുള്ള വിവരങ്ങളുടെ വിശദമായ വിവരങ്ങൾ വന്നിരുന്നു. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്നുള്ള സംശയമുണ്ടായിരുന്നു. അതിപ്പോൾ ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു അല്ലേ? തീർച്ചയായും ഹർഷൻ, ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ടൈംസും അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റുമാണ് ഇങ്ങനെ ഒരു രഹസ്യയാത്രയുടെ വിവരം പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടുകളിൽ പറഞ്ഞിരുന്നത് ഈ നാറ്റോ ഉച്ചകോടിക്ക് ശേഷം തുർക്കിയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന ട്രംപ് ആദ്യം ഈ പറയുന്നത് പോലെ പൊതുസമൂഹത്തിന് മുന്നിലും ക്യാമറകൾക്ക് മുന്നിലെല്ലാം ഈ ഒരു എയർഫോഴ്സ് 1 എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ വിമാനത്തിൽ കയറി പോകുന്നതാണ് എല്ലാ ക്യാമറ കണ്ണുകളും പകർത്തിയത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഈ UK-യിലെ RAF വ്യോമത്താവളത്തിൽ അതേ വിമാനത്തിൽ തന്നെ ട്രംപ് ഇറങ്ങി വരുന്നതുമാണ് എല്ലാവരും കണ്ടത്. പക്ഷേ ഇതിന്റെ പിന്നിലൊരു അതിനുശേഷം ഈ UK-യിലെ RAF താവളത്തിൽ എത്തിച്ച് പതിവ് സാധാരണഗതിയിൽ എന്ന പോലെ ഈ ഒരു എയർഫോഴ്സ് 1-ലേക്ക് ട്രംപിനെ തിരിച്ചു മാറ്റുകയും ചെയ്തു എന്നുണ്ടായിരുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇറാൻ US യുദ്ധം സജീവമായിട്ടിരിക്കുന്ന സമയമായിരുന്നു ഈ ജൂലൈ 8 എന്ന് പറയുന്നത്, കഴിഞ്ഞ മാസത്തെ സമയം എന്ന് പറയുന്നത്. ഈ ഒരു സമാധാന ചർച്ചകളെല്ലാം വീണ്ടും വഴിമുട്ടി പോകുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പല ദിക്കുകളിൽ നിന്ന് ആക്രമണ സാധ്യതയുള്ള, പ്രധാനമായിട്ടും ഇറാൻ US പ്രസിഡന്റിനെ ലക്ഷ്യം വെക്കുമെന്നും വധിക്കുമെന്നും അടക്കമുള്ള നേരിട്ടുള്ള ഭീഷണികളെല്ലാം ഉയർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സുരക്ഷാ ഭീഷണി കണക്കിലെടുത്തായിരുന്നു ഇങ്ങനെ ഒരു ഡീകോയ് ഓപ്പറേഷൻ എന്നായിരുന്നു ഈ രണ്ട് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ ഒരു റിപ്പോർട്ടാണ് ട്രംപ് തന്നെ നേരിട്ട് സ്ഥിരീകരിക്കുന്നത്. അദ്ദേഹം അതിന് കാരണമായിട്ട് ട്രംപ് പറയുന്നത്, അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ എയർഫോഴ്സ് 1 വിമാനത്തിൽ അന്ന് സഞ്ചരിച്ചിരുന്ന മാധ്യമ പ്രവർത്തകരും ഒരു പറ്റം വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥനുണ്ട്. അത് ലോകത്തിന് അറിയില്ല, ലോകത്തിനെ അറിയിക്കാനാവുന്നതുമല്ല എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഈ രഹസ്യ യാത്രയുടെ വിവരം സ്ഥിരീകരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നത്. ഹർഷൻ, വിവരങ്ങൾ നൽകിയത്.